നമസ്കാരം. ആഴക്കടലിലെ സൈനിക അഭ്യാസത്തിനിടെ ഇന്ധനക്കുറവുണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിലിറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35 തിരുവനന്തപുരത്ത് തുടരുന്നത് ദുരൂഹം. അതിനിടെ യുദ്ധവിമാനത്തിന്റെ സുരക്ഷ CISF ഏറ്റെടുത്തു. വിമാനത്താവളത്തിലെ ബേ നമ്പർ 4-ലാണ് ഇപ്പോൾ വിമാനമുള്ളത്. ശനിയാഴ്ച രാത്രി 9:30ഓടെയായിരുന്നു യുദ്ധവിമാനം ഇവിടെ ഇറക്കിയത്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ തകരാർ പരിഹരിക്കാത്തതാണ് മടക്കയാത്ര വൈകുന്നത്. പിഴവ് പരിഹരിക്കാൻ വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററിൽ വ്യോമസേന പൈലറ്റ് ഫെഡ്രി ഉൾപ്പെടെ 9 അംഗ സംഘത്തെ ഇവിടെ എത്തിച്ചിരുന്നു. ഇവരിൽ ഫെഡ്രിയെയും 2 സാങ്കേതിക വിദഗ്ധരെയും ഇവിടെ നിർത്തിയ ശേഷം വിമാനത്തിന്റെ പൈലറ്റ് മൈക്കിനെയും കൂട്ടി ഹെലികോപ്റ്റർ കപ്പലിലേക്ക് മടങ്ങിയിരുന്നു. വിമാനത്തിന്റെ സാങ്കേതിക പിഴവുകൾ പൂർണ്ണമായി പരിഹരിച്ച ശേഷമാകും ബ്രിട്ടീഷ് സംഘം ഇവിടെ നിന്നും പുറപ്പെടുക. ഇന്ത്യൻ വിദഗ്ധരും സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യക്ക് F-35 വിമാനങ്ങൾ സ്വന്തമായില്ല. 5ാം തലമുറ യുദ്ധവിമാനമാണിത്. അതുകൊണ്ട് തന്നെ ഈ വിമാനവുമായി അടുത്തിടപെടുന്നത് ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർക്കും ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിന് പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയത് ഈ അടുത്ത കാലത്താണ്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രൊജക്റ്റിൽ ഒരു 5ാം തലമുറ യുദ്ധവിമാനത്തിന് ആവശ്യമായ റഡാർ, സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ, സ്റ്റെൽത്ത് ഡിസൈൻ എന്നിവ ഇന്ത്യ പൂർത്തിയാക്കിയിരുന്നു. ഇനി യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ വികസനമാണ് നടക്കേണ്ടത്. ഇതിനായി വിദേശ കമ്പനികളുമായി സഹകരിച്ച് സംയുക്തമായി എഞ്ചിൻ വികസിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. ഇതിനുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇതിനിടെയാണ് ഒരു F-35 യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തത്. അതിനിടെ അന്തർദേശീയ ബന്ധങ്ങളും രാജ്യസുരക്ഷയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി F-35 വിമാനത്തിന് സുരക്ഷ ഏർപ്പെടുത്തിയതായി CISF Xൽ കുറിച്ചു. വിമാനത്തിന് കാവൽ ഏർപ്പെടുത്തിയ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും സംയുക്തമായി അറബിക്കടലിൽ സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസത്തിനായി എത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിന്റെ ഭാഗമാണ് F-35. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാത്തതിനാൽ ആഴക്കടലിൽ യുദ്ധക്കപ്പൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യയിലെ സ്വകാര്യ പ്രതിരോധ കമ്പനികളെയും സഹകരിപ്പിച്ചാകും AMCA പ്രൊജക്ട് മുന്നോട്ട് പോവുക. പൂർണ്ണതോതിലുള്ള പ്രോട്ടോടൈപ്പ് നിർമ്മിച്ച് പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തിയാൽ 5ാം തലമുറ വിമാനം സ്വന്തമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാൻ ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തും. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ യുദ്ധവിമാനം നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ കൈവശമുള്ളൂ. AMCA പ്രൊജക്റ്റിലൂടെ ഈ സ്ഥാനത്തെ 5ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. എയ്റോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിക്കാണ് പദ്ധതിയുടെ നേതൃത്വ ചുമതല.